ഞാൻ ഏൽപ്പിച്ചു അംരീ ഇല, എൻ്റെ കാര്യത്തിൽ ഇലാഹി, ഇലാഹിലേക്ക്, എൻ്റെ എല്ലാ കാര്യം ഞാൻ റബ്ബിനെ ഏൽപ്പിച്ചു. റബ്ബിനെ ഏൽപ്പിച്ചാൽ പിന്നെ ഒരു പേടി ഉണ്ടാവില്ല. റബ്ബിനെ ഏൽപ്പിച്ചാൽ പിന്നെ പേടി ഉണ്ടാവില്ല. എന്താ പേടിയില്ലാതിരിക്കലിൻ്റെ മാനദണ്ഡം? എന്താ പേടിയില്ലാതിരിക്കലിൻ്റെ മാനദണ്ഡം? ഒരാൾക്ക് ഈമാൻ പൂർത്തിയായാൽ അവന് പേടിയുണ്ടാവില്ല, നിരീശ്വരവാദം പൂർത്തിയായാലും പേടിയുണ്ടാവില്ല. രണ്ടിൻ്റെ ഇടയിലാണ് പേടിയുണ്ടാവുക. തല കൊടുത്ത് ആലോചിച്ചിരിക്കണം, അന്തം വിട്ടിരിക്കരുത്. അന്തം പടച്ചോൻ തരണം. രണ്ടാളും ഒരവസ്ഥയിലായിരിക്കും യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്നത് വരെ. ഒന്ന്, കരുത്തുറ്റ മോമിൻ, ഓനൊരു പേടിയുണ്ടാവില്ല. എന്തുകൊണ്ട്? അവൻ മുത്തവക്കില. തവക്കുൽ കൊണ്ട് അവൻ്റെ കാര്യം റബ്ബേറ്റെടുക്കും. അവൻ്റെ അമല് കൊണ്ടോ അവൻ്റെ മറ്റുള്ളത് കൊണ്ടോ ആക്ടിവിറ്റീസ് കൊണ്ടോ ഒന്നല്ല ഏറ്റെടുക്കുക, തവക്കുൽ കൊടുക്കുക. എന്തുകൊണ്ട്? അമല് റബ്ബിന് ആവശ്യമില്ല, റബ്ബ് കൽപ്പിച്ചതാണ്. അമല് എന്ന് പറഞ്ഞാൽ അമല് കൊണ്ട് റബ്ബിന് നേട്ടമൊന്നുമില്ല. പിന്നെന്തേ? ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കാൻ നിൽക്കുന്ന പോലീസുകാർക്ക് മുന്നിൽ മന്ത്രിക്ക് കിട്ടുന്ന ഒരു ഉപകാരം, അതാണ് അമല്. അവിടെ ഉപകാരം എന്ന് ഞാൻ മന്ത്രിയെപ്പറ്റി പറഞ്ഞത് ക്ലിയറാണ്. പക്ഷെ റബ്ബിനെ പറ്റി അതും പറയാൻ പാടില്ല, അവിടെ കുഫ്ർ വരും. അപ്പം നീ നിസ്കരിക്കുന്നത് കൊണ്ട് ഇപ്പം ഓൻ ഇങ്ങനെ കാട്ടി നിൽക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കാൻ പോവുക മന്ത്രി. ആഗസ്റ്റ് 15 പോലീസിൻ്റെ മുന്നിൽ മന്ത്രി നടന്നു. അങ്ങനെ നിൽക്കുകയാണ്. ആര്? ഇതാണ് അമല്, ഇതാണ് നിസ്കാരം, ഇതാണ് നോമ്പ്, ഇതാണ് ഹജ്ജ്, ഇതാണ് സക്കാത്ത്. അന്തല്ലാത്ത ഹജ്ജ് സക്കാത്ത് കൊടുക്കണം അള്ളാൻ്റെ അടിമക്ക്? ചാരാ മുതലാളിയോ? ഇതൊക്കെ ഒരു ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുമ്പോൾ ഇതന്നെ. മന്ത്രിക്ക് ഇപ്പം ഇങ്ങനെ കാട്ടിന് എന്താ കാര്യം? ഇപ്പം അങ്ങനെ കാട്ടി മന്ത്രിക്ക് എൻ്റെ കാര്യം. ഞാൻ മുത്തിയാണ്, ഞാൻ ഇവിടുത്തെ ആ നിലവിലുള്ള സർക്കാരിൻ്റെ സൽത്തനത്തിനെ അംഗീകരിക്കുന്നവനാണല്ലോ എന്നതിലുള്ള ഒരു ഇലാമ്, ഒരറിയിപ്പ് മാത്രമാണ്. എന്ത്? ഇങ്ങനാട്ടില്. അതുകൊണ്ട് മന്ത്രിക്ക് ഒരു നേട്ടമില്ല. നിസ്കരിക്കുന്നത് കൊണ്ട് റബ്ബിന് നേട്ടമുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇതൊരു ഫിറ്റായ ഉദാഹരണമല്ല. പിന്നെ ഖൽക്കിൻ്റെയും മഹ്ലൂക്കിൻ്റെയും കാര്യം ഉപമപ്പെടുത്താനും ഉദാഹരണപ്പെടുത്താനും കഴിയില്ല. പറയാവുന്നതിന് പരമാവധിയാണ് ഈ ഉദാഹരണം. ഇതൊരു ഉദാഹരണമായി ചിന്തിക്കരുത്. ഒരു മിസാല് ഞാൻ എന്തിനാണ് നിങ്ങൾക്കതിൻ്റെ ഹൈഅത്ത് മനസ്സിലാക്കാനാണ്. അപ്പം നിൻ്റെ അമലല്ല, നിൻ്റെ അമൽ എന്ന് പറഞ്ഞാൽ ഏത് കള്ളനും അമൽ ചെയ്യാൻ കഴിയും. നിൻ്റെ തവക്കുലാണ് എന്ത്? റബ്ബിൻ്റെ ഇഷ്ടം. തവക്കുൽ കള്ളന് ചെയ്യാനേ കഴിയില്ല. തവക്കൽതു അലല്ലാഹ് എന്ന് കാർമൈരിയൊക്കെ കള്ളനും കഴിയും. തവക്കൽതു അലല്ലാഹ് എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലാൻ കള്ളന് കഴിയും. തവക്കൽതു അലല്ലാഹ് അത് കള്ളനും കഴിയും. പിന്നെ എന്തിനെ പേടിക്കണം? തവക്കലുള്ളവൻ ആരാണ്? അവൻ ആരെ ഏൽപ്പിച്ചു? അതാണ് ഏൽപ്പിച്ചു. നിനക്ക് പൈലറ്റിനെ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ വിമാനത്തെ കാര്യം അല്ലേ? പറയും. നിനക്ക് പൈലറ്റിനെ വിശ്വാസം, പൈലറ്റിനെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനക്കൊരു ഉറപ്പുണ്ടാവും. എന്ത്? ഇത് വലിയ ഞാനിപ്പോൾ ഒരു 3.5 ഫൂട്ടുള്ള മനുഷ്യൻ. ഇതെന്ന് പറഞ്ഞാൽ ഒരു 200 കോടി ഉറുപ്പ്യൻ്റെ അല്ലെങ്കിൽ 150 കോടി ഉറുപ്പ്യൻ്റെ മുതലാണ് ഈ മുതൽ. ഒരു വിമാനം അതിൻ്റെ ചിലവുകളും എന്നൊക്കെ പറഞ്ഞാൽ അതിന് കോടികൾ, 100 കണക്കിന് കോടി ചിലവ് വരും
എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും. അതൊരു അന്തം വിട്ടോൻ്റെ കയ്യിൽ ഈ കമ്പനി ഏൽപ്പിക്കൂല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അല്ലാതെ അത് വിടുന്ന ഏതോ മറ്റേ ഇജറിയില്ല. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്. എന്ത്? ഞാൻ ഇന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകില്ല. കാരണം എന്നെ കൊന്നാൽ ഓൾക്ക് നഷ്ടം 100 കോടിയാണ്, 150 കോടിയാണ്. എന്നെ കൊല്ലണമെങ്കിൽ ഇതാണ് താഴ്ത്തിക്കിടണ്ടേ. അപ്പം എനിക്കിതിലിരിക്കാം. എന്തുകൊണ്ട്? എന്നെക്കാളും വലിയ മുതലാണ് ഈ കൊണ്ടുപോകുന്നത് എന്ന വിശ്വാസം നിനക്കുണ്ടല്ലോ. ചെങ്ങായി, എന്താ ഇപ്പം രാവിലെ ചായ കുടിക്കാത്ത മാതിരിയാണല്ലോ ഇരിക്കുന്നത്? മനുഷ്യന്മാരെ ഇല്ലേ? അപ്പം പൈലറ്റിനെ നിനക്ക് എന്തുണ്ട്? വിശ്വാസമുണ്ട്. വിശ്വാസമുള്ള കമ്പനിയിൽ എൻ്റെ ഫ്ലൈറ്റിലേക്ക് കയറുക. അടുത്ത കാലത്തൊന്നും ഈ കമ്പനി വീണിട്ടില്ല. ഓക്കെ കയറി. അപ്പം പൈലറ്റിനെ നിനക്ക് വിശ്വാസമുണ്ട്, വിമാനത്തെയും നിനക്ക് വിശ്വാസമുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് കെട്ടി അവിടെ ഇരുന്നു. ഫ്ലൈറ്റ് അങ്ങോട്ടില്ല എടുത്തതിന് ശേഷം അപ്പം പൂർണ്ണമായി നീ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ വിമാനത്തിലേക്കും ഈ വിമാനത്തിൻ്റെ പൈലറ്റിനും നീ നിന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞു. ഏൽപ്പിച്ചല്ലോ, ഞാൻ എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് 4.5 മണിക്കൂർ കൊണ്ട് ദുബായിലെത്തണം. ഞാൻ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു നിർവാഹവും ഇല്ല. അതിനിടയിൽ ഫ്ലൈറ്റ് അങ്ങോട്ട് എടുത്തതിന് ശേഷം ഫ്ലൈറ്റ് ബർപ്പിക്കാൻ തുടങ്ങി. അങ്ങോട്ട് ബർക്കണേ, വിട്ട് കിടക്കണേ, താഴത്ത് കിടക്കണേ, മേലെ ഇതാ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണോ എന്ന് പറഞ്ഞ് കരയണോ? കരയേണ്ട ആവശ്യമുണ്ടോ? ഇതാ ഞങ്ങളെ കൊല്ലാൻ പുറപ്പെടണോ, വണ്ടി എരിയോ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? വിമാനത്തെ കുത്തിട്ട് വേണോ? അല്ല, അന്തല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയും. അല്ല, അന്തം വേണ്ട, അതെന്ത് പറയും ചങ്ങായിമാരെ? എന്തുകൊണ്ട്? നിനക്കൊരു വിശ്വാസമുണ്ട്. എന്താണ് വിശ്വാസം? എനിക്ക് ഖൈറിന് വേണ്ടിയല്ലാതെ ഈ പൈലറ്റും ഈ കമ്പനിയും പ്രവർത്തിക്കൂല. കാരണം വലിയ നഷ്ടം അവർക്കാണ് വരിക, എനിക്കല്ല. പിന്നെ അവിടെ വിമാനം ഒന്ന് ഇങ്ങോട്ടെടുത്ത് മേലക്കിട്ട് ഇട്ടും താഴത്തേക്കിട്ട് തിന്ന ഭക്ഷണം കഴിക്കേണ്ട അടിയാണ് പെട്ടെന്ന് 150-250 മീറ്ററിൽ അടിക്ക് ഇടും ഇങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് പറിച്ച് പിന്നെ അങ്ങോട്ട് പറിച്ച് ഉള്ളി. അപ്പോഴത്തേനും കറിയും പാത്രമൊക്കെ എൻ്റെ വസ്ത്രത്തിൽ കൂടെ പോയി നാശമായി. അപ്പം ഈ കരയുന്നുണ്ടോ? ഇതാ ഒരാൾ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണോ? അങ്ങനെ അറിയോ? എന്തുകൊണ്ടറിയില്ല? നിനക്ക് അയാളെ വിശ്വാസമാണ്. എന്ത് സാഹചര്യത്തിലും. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വിമാനം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാകുക? അതിശക്തമായ മേഘത്തിൻ്റെ ഇടയിൽ വിമാനം പെട്ടുണ്ടോ? അപ്പം ഫ്രോഗ് ലൈറ്റിൽ വരെ അവർക്ക് കിട്ടൂല. അപ്പം അവരെന്ത് ചെയ്യും? ഇപ്പോൾ സാധാരണ കട്ടിമേഘമാണെങ്കിലും ആ കട്ടിമേഘത്തെയും കടന്നിട്ട് പോകാൻ കഴിയുന്ന ലൈറ്റുകൾ അവരുടെ കയ്യിലുണ്ട്. നമുക്ക് ഗ്ലാസ് വിൻഡോസിലൂടെ ഒന്നും കാണൂല, അതിശക്തമായ മൂടൽ മേഘാണ്. പക്ഷെ അവർക്ക് ഈ ഫ്രോഗ് ലൈറ്റ് വഴി, അത് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഫ്രോഗ് ലൈറ്റാണ് അവർ ഉപയോഗിക്കുക. അപ്പോൾ ആ ഫ്രോഗ് ലൈറ്റ് വഴി അവർക്ക് പരിസരത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? കട്ടിമേഘത്തിനെ അവർക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ അതിശക്തമായ കട്ടിമേഘം മുന്നിലുണ്ടാവും. അല്ല, വിമാനത്തിനല്ല. വിമാനം വേറെ വിമാനം ആ സമയത്ത് അതിൽ വരൂല, ഉറപ്പുണ്ട്. കാരണം ഇതൊക്കെ നിയന്ത്രിക്കുന്ന വേറൊരു ലോകമുണ്ട്. അതേ സമയത്ത് മേഘത്തിനെ നിയന്ത്രിക്കാൻ ഇവന് കഴിയൂല, റഡാറിനും കഴിയൂല. മനസ്സിലായില്ലേ? ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ സൂറത്തുൻ നൂറിൽ. എന്താണ് തുടക്കം മോനെ? ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി. നൂറിലാണ്, നൂറില്ല. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമൻ. പിന്നെ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി. പിന്നെ വയുനസ്സിലു മിനസ് സമാഇ വയുനസ്സിലു മിൻ ജിബാലിൻ.
മുകളിൽ നിന്നിറക്കും, അഥവാ പർവ്വതങ്ങളിൽ നിന്ന്. ഇവിടെ പർവ്വതേരാ? ഓമാമ്, മേഘം. മേഘത്തിൻ്റെ ശക്തി കാരണം ചില മേഘം എന്തുപോലെ ഇരിക്കും? പർവ്വതം. فترى الودق يخرج من خلاله وينزل من السماء من جبال فيها فترى الودق يخرج من خلاله وينزل من السماء മുകളിൽ നിന്ന് അല്ലാഹു തആല ഇറക്കും, വെള്ളത്തിന് ഇറക്കും എന്ന് പറയാണ്. അഥവാ മിൻജിബാലിൻ, പർവ്വതങ്ങളിൽ നിറക്കും. മാനത്തെ പർവ്വതേരാ? മുകളിലെ പർവ്വതേരാ? മേഘം. അപ്പൊ ഈ ചില മേഘം പർവ്വതം പോലെ. പർവ്വതത്തിന്റെ കാരണം അതിൻ്റെ എന്താണ്? അതിൻ്റെ സുഹൂറത്ത് കട്ടിയാണ്. ചിലപ്പോൾ ഇങ്ങനെ തൊള്ളച്ചട് പോകും. അപ്പൊ എന്നുള്ള ശബ്ദം ഉണ്ടാവും. ഫ്ലൈറ്റിൻ്റെ ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും കേൾക്കും. എന്തുകൊണ്ട്? ഇത് ഈ ജിബാലിനെ അങ്ങനെയാണ് കീറുകയാണ്. മനസ്സിലായില്ലേ? അത് പർവ്വതം പോലെ നിൽക്കുകയാണ്. എന്ത്? മേഘം. അവിടെ താഴെ ഇറക്കാൻ ഒരു നിർവാഹവും പൈലറ്റിന് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇതിന് നേരെ താഴെ വേറൊരു ഫ്ലൈറ്റിൻ്റെ ലൈനായിരിക്കും. അപ്പം അവിടെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഫ്ലൈറ്റ് അവിടുത്തെ സാഹചര്യത്തിൽ കര. അപ്പോൾ എന്തുണ്ടാവും എന്നറിയോ? അപ്പോൾ ഭയങ്കര കര എന്ന ശബ്ദം ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്? ഈ മേഘക്കൂട്ടത്തിനെ എന്ത് ചെയ്യണം? ഒന്ന് ഇളക്കണം. വാലിൻ്റെ ഭാഗത്തൊക്കെ ഇരുന്നാൽ ഒരു സുഖം കിട്ടൂല. എന്നാലും കരിയില്ല. എന്തുകൊണ്ട്? നിനക്കറിയാം, ഈ പൈലറ്റ് അയാൾക്കും എനിക്കും വേണ്ടിയാണല്ലോ ഈ ചെയ്യണത്, നന്മയല്ലാതെ ചെയ്യൂല. പിന്നെ കരുണെന്തിനാ? ഇതേ വാക്ക് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് തുറക്കാം. തവക്കൽതു അലല്ലാഹ്. നീ ജനവിചാരാണ്. ഇവിടെ പൈലറ്റ് ആരാ? അള്ളാഹു. എന്തിനാ കാര്യം? ഒരു മനുഷ്യന് ഈമാണ്ടായാൽ പേടിണ്ടാവില്ല. ഈമാൻ പൂർത്തിയായ പേടിണ്ടാവില്ല. ഓനെന്തുണ്ടാവും? തവക്കുലുണ്ടാവും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അപ്പം മുഅ്മിനീങ്ങളാരാ? മുതവക്കിലീങ്ങളാ. മുതവക്കിൽ മാത്രം. മുതവക്കിലീങ്ങളെ ആരാകൂ? പറ ധൈര്യമായിട്ട് പറ. എന്നോട് ഇവിടെ മാവ ഇല്ല എന്ന അർത്ഥമുള്ള ഹസ്റിന്റെ വാക്കാണ് ഇന്നമ. സാഹിത്യം പഠിച്ച ആളുകൾക്ക് അത് നല്ലോണം അറിയാം. അറബി സാഹിത്യം പഠിച്ചവർക്ക് അറിയും. ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രമേ എന്ന ആശയത്തെ കൊണ്ടുവരൂ. ഇന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹു ഒന്ന് മാത്രമാണ്. എവിടെ ഇപ്പോൾ ഈ മാത്രം എന്ന ആശയം കിട്ടിയത്? ഇന്നമ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരുപാട് കാര്യം ആയത്തിൽ പറയുന്നത്. അവസാനം പറയുന്നത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ റബ്ബിൻ്റെ മേൽ തവക്കുൽ ചെയ്യുന്നവർ മാത്രമാണ്. അവർ മാത്രമാണ്. ആര്? മുഅ്മിനീങ്ങളെന്നാൽ റബ്ബിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചവരാണ്. അപ്പൊ ഇതിന് ഡൗട്ടും ഇല്ല. അതിൽ വിചാരിക്കും എന്ത് പൈലറ്റ് ഇനിയിപ്പോൾ എന്താ, വീണെങ്കിൽ പോകണമെങ്കിൽ പോകും, ഏതായാലും നന്മ എനിക്ക് ചെയ്യുള്ളൂ. കാരണം പൈലറ്റിനെ ഏൽപ്പിച്ചു, വിമാനത്തെ ഏൽപ്പിച്ചു, ഞാൻ എനിക്ക് അവിടെ ഒന്നും ചെയ്യാനുമില്ല. ഇത് ആകാശമാണ്. കാറും ബസ്സും ആണെങ്കിൽ ഡോറ് തുറന്നാണ് ചാടാ. ഇതൊരു നിർവാഹമില്ല. മനസ്സിലായില്ലേ? ഇതാണ് മുഅ്മിൻ. മുഅ്മിൻ അവൻ്റെ കാര്യമൊക്കെ ആരെ ഏൽപ്പിച്ചു? അള്ളാഹുവിനെ. രണ്ടാൾക്ക് പേടിയുണ്ടാവില്ല. ഒന്ന് മുഅ്മിന് പേടിയുണ്ടാവില്ല, രണ്ട് നിരീശ്വരവാദിക്ക് പേടിയുണ്ടാവില്ല. എന്തുകൊണ്ട്? നിരീശ്വരവാദി അങ്ങനത്തെ ഒരു കാര്യം ഓന് ഭയമില്ല. ഭയം എന്ന സംഗതി ഓനില്ല. പടച്ചോനൊരു വിശ്വാസമല്ല. ഞാൻ അള്ളാഹിൻ്റെ കോടതിയിലെത്തിയാൽ എന്താവുക എന്നാണ് ഇപ്പം എൻ്റെയും പേടി. മുഅ്മിനെ പേടിയില്ല. എന്തുകൊണ്ട്? ഓൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. പരിധി വിട്ടൊരു പേടിയില്ല. എന്നൊരു പേടിയില്ലേ? ഉണ്ട്.
റബ്ബിനെ സ്വീകരിക്കുമെന്നേ പേടിയുള്ളൂ, വേറൊന്നുമില്ല. മനസ്സിലായില്ലേ? പിന്നെ അവന് അതേ സമയത്ത് അവന് റജാ കൂടിയിട്ടുണ്ട്. എന്ത്? എൻ്റെ റബ്ബ് നീതിമാനാണ്, എൻ്റെ റബ്ബ് അഫൂവാണ്, എൻ്റെ റബ്ബ് ഗഫൂറാണ്. നിരീശ്വരവാദിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. അപ്പം അവനും എന്തില്ല? പേടില്ല. എടി കുടുങ്ങുന്ന പേടി. നമ്മളൊക്കെ പേടിക്കാരാ. കാരണം എന്തില്ല? തവക്കൽത്തു അലല്ലാഹ് എന്ന് ഓഫീസിൽ എഴുതിച്ചിട്ടുള്ളൂ. എന്തില്ല? തവക്കില്ല.